സംഖ്യാപുസ്തകത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രദർ ജോസഫ് തോമസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: അഹരോന്റെ ജന്മദേശം ഏതാണ്? ഉത്തരം മിസ്രൈം ദേശം, 26:59. അടുത്ത ചോദ്യം: ഇസ്രയേൽ മക്കൾ അവസാനമായി പാളയമിറങ്ങിയത് എവിടെയാണ്? ഉത്തരം മോബാബ് സമഭൂമിയിൽ ബെത്ത് യെശീമോത്ത് മുതൽ ആബേൽ ശിത്തീം വരെ, 38:48-49. അടുത്ത ചോദ്യം: എരിതിയുടെ ഇടയിൽ നിന്നും ധൂപകലശങ്ങൾ എടുക്കുവാൻ ആർക്കാണ് നിയോഗം ലഭിച്ചത്? ഉത്തരം അഹരോന്റെ മകൻ എലയാസറിന്, 16:37. അടുത്ത ചോദ്യം: ജനത്തിന്റെ നടുവിലെ ബാധയെ അടക്കുവാൻ ഓടിയ അഹരോൻ എവിടെ നിന്നുമാണ് ധൂപകലശത്തിൽ തീയെടുത്തത്? ഉത്തരം യാഗപീഠത്തിൽ നിന്നും, 15:46-47. അടുത്ത ചോദ്യം: സീനായി മരുഭൂമിയിൽ വെച്ച് യഹോവ മോശയോട് ജനസംഖ്യ എടുക്കുവാൻ അരുളി ചെയ്തപ്പോൾ ഒഴിവാക്കപ്പെട്ട ഗോത്രം ഏതാണ്? ഉത്തരം ലേവി ഗോത്രം, 1:5, 16, 47. അടുത്ത ചോദ്യം: നിവർത്തിയ തിരുനിവാസം, അതിൻ്റെ ഉപകരണങ്ങൾ, യാഗപീഠം, അതിൻ്റെ പാത്രങ്ങൾ എന്നിവയുടെ അഭിഷേകവും ശുദ്ധീകരണവും കഴിച്ച ദിവസം ഇസ്രയേൽ പ്രഭുക്കന്മാർ എന്താണ് ചെയ്തത്? ഉത്തരം വഴിപാട് കഴിച്ചു, 7:12. അടുത്ത ചോദ്യം: അഭിഷേകത്തിനും ശുദ്ധീകരണത്തിനും ശേഷം വഴിപാടായി ഇസ്രയേൽ പ്രഭുക്കന്മാർ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? ഉത്തരം 12 കാളയും കൂടുള്ള 6 വണ്ടിയും, 7:3. അടുത്ത ചോദ്യം: വിശേഷവിധിയായുള്ള വ്രതം അനുഷ്ഠിക്കുന്നവൻ തൻ്റെ തലമുടി എന്തു ചെയ്യണം? ഉത്തരം തലമുടി വളർത്തണം, സംഖ്യ 6:5. അടുത്ത ചോദ്യം: മത്സരികൾക്ക് അടയാളമായി സൂക്ഷിക്കേണ്ടതിന് എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം അഹരോന്റെ തളിർത്ത വടി, 17:10. അടുത്ത ചോദ്യം: ഞാൻ നിനക്കായി പ്രതിയോഗി, ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം യഹോവയുടെ ദൂതന്റെ, 22:32. അടുത്ത ചോദ്യം: കാഹളമൂതുവാൻ നിയമിക്കപ്പെട്ടവർ ആരെല്ലാമാണ്? ഉത്തരം അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ, 10:8. അടുത്ത ചോദ്യം: സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രയേൽ മക്കളുടെ എണ്ണമെടുത്തപ്പോൾ മോശയെയും അഹരോനെയും സഹായിക്കുന്നതിനായി ഓരോ ഗോത്രത്തിൽ നിന്നും എത്ര പേരെ വീതം തിരഞ്ഞെടുത്തു? ഉത്തരം ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാൾ വീതം, 1:4. അടുത്ത ചോദ്യം: ലേവ്യർക്ക് പ്രധാന പ്രഭുവായി ആർക്കാണ് നിയമനം ലഭിച്ചത്? ഉത്തരം അഹരോന്റെ മകൻ എലയാസറിന്, 3:32. അടുത്ത ചോദ്യം: വിശുദ്ധ മന്ദിരത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ഓവർസിയർ ആരായിരുന്നു? ഉത്തരം അഹരോന്റെ മകൻ എലയാസർ, 3:32. അടുത്ത ചോദ്യം: എന്തിൻ്റെ വെളിച്ചമാണ് നിലവിളക്കിൻ്റെ മുൻവശത്ത് വെളിച്ചം കൊടുക്കേണ്ടിയിരുന്നത്? ഉത്തരം 7 ദീപങ്ങളുടെ, 8:1. അടുത്ത ചോദ്യം: സഭ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൂടുവാൻ എത്ര കാഹളം ഊതണം? ഉത്തരം 2 കാഹളം, 10:1. അടുത്ത ചോദ്യം: സാക്ഷ്യകൂടാരത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം തിരുനിവാസം, 9:15. അടുത്ത ചോദ്യം: ഫിനെഹാസിനാൽ വധിക്കപ്പെട്ട മിദ്യാന്യ സ്ത്രീ ആരാണ്? ഉത്തരം കൊസ്ബി, 25:7, 8, 14 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: പാളയത്തെ പുറപ്പെടുവിക്കുവാൻ എത്ര കാഹളം ഊതണം?
ഉത്തരം 2 കാഹളം 10ന്റെ 1. അടുത്ത ചോദ്യം, യദ്രയിലെ പടക്കളത്തിൽ പെട്ടുപോയ രാജാവ് ആരാണ്? ഏത് ദേശത്തെ രാജാവാണ്? ഉത്തരം ഓഗ് രാജാവാണ്. ബാഷാനിലെ രാജാവാണ് ഓഗ്. 21ന്റെ 33, 35. അടുത്ത ചോദ്യം, മോശയാൽ മാഖീറിന് ലഭിച്ച ദേശം ഏതാണ്? ഉത്തരം ഗിലയാദ്. 32ന്റെ 40. അടുത്ത ചോദ്യം, നിന്റെ മഹിമയിൽ ഒരംശം അവൻ്റെ മേൽ വെക്കണം. ആരെക്കുറിച്ചാണ് പറഞ്ഞതിങ്ങനെ? ഉത്തരം യഹോവ മോശയോട് യോശുവയെക്കുറിച്ചാണ് പറഞ്ഞത്. 27ന്റെ 18, 19 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിൽ പാളയമിറങ്ങി എന്ന പദം എത്ര പ്രാവശ്യം എഴുതിയിരിക്കുന്നു? ഉത്തരം 42 പ്രാവശ്യമാണ് പാളയമിറങ്ങി എന്ന വാക്ക് കാണുന്നത്. അടുത്ത ചോദ്യം, സംഖ്യാപുസ്തകത്തിൽ പിറുപിറുത്തു എന്ന പദം എത്ര പ്രാവശ്യം കാണുന്നു? ഉത്തരം 3 പ്രാവശ്യമാണ് പിറുപിറുത്തു എന്ന വാക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം, യെരിഹോവിന് എതിരെയുള്ള സമഭൂമി ഏതാണ്? ഉത്തരം മോബാബ് സമഭൂമിയാണ്. 36ന്റെ 13. അടുത്ത ചോദ്യം, മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടതിൻ്റെ 2-ാം സംവത്സരം 1-ാം മാസം 14-ാം തീയതി പെസഹ ആചരിച്ചപ്പോൾ ശവത്താൽ അശുദ്ധമാക്കപ്പെട്ട ചിലർക്ക് പെസഹ ആചരിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ളവർ എന്നാണ് പെസഹ ആചരിച്ചത്? ഉത്തരം 2-ാം മാസം 14-ാം തീയതി. 9ന്റെ 5, 11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മോശയുടെ മേലുള്ള ആത്മാവ് പകരപ്പെട്ട പുരുഷന്മാരുടെ സംഖ്യ എത്രയാണ്? ഉത്തരം 70. 11ന്റെ 16. അടുത്ത ചോദ്യം, യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുവാൻ ആഗ്രഹിച്ച വ്യക്തി ആരാണ്? ഉത്തരം മോശെ. 11ന്റെ 29. അടുത്ത ചോദ്യം, 1-ാം മാസം 14-ാം തീയതി യഹോവയുടെ പെസഹ ദിനമാണ്. എന്നാൽ ഏത് തീയതിയിലാണ് പെരുന്നാൾ ആചരിക്കേണ്ടത്? ഉത്തരം 15-ാം തീയതി. 28ന്റെ 16, 17 വാക്യങ്ങൾ. ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.